So hope you all had a great day. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് 8 grade 8 സെക്കൻഡ് ചാപ്റ്റർ ഇൻ മാത്സ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ലുക്ക് വാട്ട് ഇസ് എന്താ പറയുക ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ഈ ചാപ്റ്ററിൽ വാട്ട് ഇസ് സ്റ്റോറിങ് ഫോർ അസ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആൾജിബ്രിക് എക്സ്പ്രഷനും സിമ്പിൾ ഇക്വേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന്. ഇപ്പം ഐ ആം റൈറ്റിംഗ് 3x + 2z + 10 എന്നൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചാൽ 10y എന്നൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചാൽ ഇതിനെ നിങ്ങൾ എന്ത് വിളിക്കും? ദിസ് ഈസ് നോൺ ആസ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഓക്കെ, this is algebraic expression, but and these are the variables. ഇതിനെ നമ്മൾ വേരിയബിൾസ് എന്ന് വിളിക്കും which don't have എന്താ പറയുക അതിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതിന് എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. സോ then you study if I put 3x + 10 = 7. If I put an equal to sign, equity sign ഇട്ട് കഴിഞ്ഞാൽ then we call this as an equation. ഓക്കെ, അപ്പം ഇതിനെ ഞാൻ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. വൈ ഡിഡ് ഐ കോൾ ദിസ് ഇക്വേഷൻ, ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ആസ് ലീനിയർ ഇക്വേഷൻ എന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഐ സേ ദിസ് ലീനിയർ ഇക്വേഷൻ ഇസ് ഇൻ വൺ വേരിയബിൾ. എന്തുകൊണ്ടാണ്? അവിടെ ഒരു വേരിയബിളേ ഉള്ളൂ, എക്സേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് ഇൻ വൺ വേരിയബിൾ. ആൻഡ് ഐ സേ ദിസ് ഇസ് ലീനിയർ ബിക്കോസ് in a variable the power is raised to 1. If I say 3x square plus 2x plus 10 is equal to 9 എന്ന ഇക്വേഷൻ ആണ് എഴുതുന്നതെങ്കിൽ this is no longer a linear equation. ഈ linear equation എന്നല്ല വിളിക്കുന്നത്, this is quadratic equation. അപ്പോൾ if its വേരിയബിൾസ് പവർ ഇസ് റേസ് ടു 1 എങ്കിൽ മാത്രമേ ആ ഒരു ഇക്വേഷനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുള്ളൂ. ഇപ്പം ഞാൻ 3x + 2y = 9 എന്ന് എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് ലീനിയർ ഇക്വേഷൻ. സെയിം ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. എന്തുകൊണ്ടാണ്? എക്സ് ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ ഇത് 2 വേരിയബിളാണ്. നമ്മൾ ഇത് ഡീൽ ചെയ്യുന്നില്ല. നമ്മൾ ആകെ ഈ ഒരു ഇക്വേഷൻ, ഇങ്ങനത്തെ ഒരു ഇക്വേഷനെ കുറിച്ച് മാത്രമേ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ 8th ഗ്രേഡിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് നോക്കാം ഇതിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. സോ ഐ എം ടേക്കിംഗ് എൻ ഇക്വേഷൻ 2x + 4 2x + 4 = ഞാനിപ്പോൾ 12 എടുക്കുകയെന്ന് വയ്ക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ലീനിയർ ഇക്വേഷനാണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ സോൾവിങ് പ്രിറ്റി സിമ്പിളാണ്. ഈ ഒരു എക്സ് വേരിയബിളിൻ്റെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ അറിയണം. സോ ഈ എക്സ് വേരിയബിളിനെ അല്ലെങ്കിൽ ഈ വേരിയബിളിനെ ഇക്വിറ്റി സൈഡിൽ അല്ലെങ്കിൽ ഈക്വൽ ടു സൈനിൻ്റെ LHS ഇട്ടുകൊണ്ട് ബാക്കി എല്ലാ ടേംസിനെയും നമ്മൾ RHS കൊണ്ടുപോയിക്കൊണ്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. സോ 2x = 12. നമ്മൾ എന്താ ചെയ്യണത്? ഈ +4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ +4 ആയതുകൊണ്ട് ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ എന്ത് വരും? യു ഹാവ് സ്റ്റഡീഡ് അത് അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ആവും, ദാറ്റ് ഇസ് -4. അപ്പോൾ 2x = 12 - 4 will be 8. ഇനി ഈ 2നെ ഇനി എന്താണ് 2xനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ 2നെ നമ്മൾ ഇപ്പോഴത്തേക്ക് കൊണ്ടുപോകണം എക്സിൻ്റെ വാല്യൂ വരണമെങ്കിൽ. അപ്പോൾ x = 2 ഇവിടെ എന്തായിട്ടാണ് കിടക്കുന്നത്? മൾട്ടിപ്ലിക്കേഷനാണ്. 2 × x ആണ് ഈ കിടക്കുന്നത് 2x. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോഴത്തേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ഡിവിഷൻ ആവും അല്ലേ? അപ്പോൾ നമുക്ക് x = എത്ര കിട്ടി? 4. x = 4. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഇറ്റ് ഇസ് പ്രിറ്റി സിമ്പിൾ. ഈ എക്സ് വേരിയബിളിനെ LHS ഇട്ടുകൊണ്ട് ബാക്കി എല്ലാ ടേംസിനെയും നമ്മൾ RHS അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ഗെറ്റ് ദ സൊല്യൂഷൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ടു സോൾവ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് another case. Moving on to the next example. അപ്പോൾ നമ്മളിവിടെ മൈനസ് ഓപ്പറേഷൻ ഇപ്പോഴത്തെ സൈഡിലിട്ട് നോക്കുവാണ്. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇക്വിറ്റി സൈഡിൻ്റെ അപ്പുറത്തെ
അപ്പുറത്തേക്ക് പോകുമ്പോൾ ആസ് ഐ സെഡ് ബിഫോർ അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ വരും, ദാറ്റ് ഈസ് അഡീഷൻ. അപ്പോൾ 2x is equal to 7 plus 3 എന്ന് പറയുമ്പോൾ 2x is equal to എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ 2x is equal to 10. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എഗെയിൻ കിടക്കുന്നത്. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ഡിവിഷൻ ആയിട്ട് മാറും. 10 divided by 2 will be 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? x is equal to 5. ഇനി നമുക്ക് ഡിവിഷൻ വെച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ കിടക്കുന്നത്, അപ്പോഴത്തേക്ക് ഡിവിഷൻ ആയിട്ട് പോകുമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഡിവിഷൻ വെച്ചുകൊണ്ട് ഒരു എക്സാമ്പിൾ ചുമ്മാ നോക്കാം. സോ നമ്മൾ സബ്ട്രാക്ഷനും അഡീഷനും ലീനിയർ ഇക്വേഷനിൽ നോക്കി, അതിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാണ്. ബട്ട് ലെറ്റ്സ് ലുക്ക് വൺസ് മോർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യണേന്ന്. അപ്പോൾ നമുക്ക് എൽ എച്ച് എസിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞാൽ 2x is equal to 10. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 2x is equal to 10 മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എക്സിന് ഇവിടെ ഇട്ടുകൊണ്ട് നമ്മൾ 2നെ അപ്പുറത്തേക്ക് കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ എന്താണ്? ഡിവിഷനാണ്. 10/2 will give you x is equal to 5. അത് പ്രിറ്റി സിമ്പിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി അടുത്തത് നമുക്ക് ഡിവിഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. 2/3x is equal to 18. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ 3 ഇവിടെ കിടക്കുന്നത് എന്തായിട്ടാണ്? ഡിവിഷൻ ഫോമിലാണ് അല്ലേ? ഇവിടെ കിടക്കുന്നത് എക്സിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ഓപ്പോസിറ്റ് ഓപ്പറേഷൻ വരും. അപ്പോൾ എന്ത് പറ്റും? 3 നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. 18 ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് അപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ ആവും. 18 into 3. അപ്പോൾ 2x is equal to 54. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത് 2 into x. അപ്പോൾ എക്സിൽ 2ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? 54 divided by 2. അപ്പോൾ എന്ത് കിട്ടും? x is equal to 27. അപ്പം നമ്മൾക്ക് ആകെ ഇവിടെ ഓർത്ത് വെക്കാനുള്ള ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഞാനിപ്പോൾ കാണിച്ചു, ഓർത്ത് വെക്കാനുള്ള ഇത്രേ ഉള്ളൂ. ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടെ ഡിവിഷനും, അതേപോലെ തന്നെ അഡീഷൻ്റെ ഓപ്പോസിറ്റ് സൈനായിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് സബ്ട്രാക്ഷനും ആൻഡ് വൈസ് വേഴ്സ. അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ഓർത്ത് വെച്ച് അത് അപ്പുറത്തെ സൈഡിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഇതിൽ മൈനസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് ആണ് ആകുന്നതെന്ന് തെറ്റുവരുത്തരുത്. ആ ചെറിയ മിസ്റ്റേക്സിലാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടാണ്ട് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. നമുക്ക് ഇനി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തേക്കുന്നത്. സോ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഡീകോഡ് ദ ക്വസ്റ്റ്യൻ. Sum of two number is 74. One of the number is 10 more than the other. Then what is the numbers? What are the numbers? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലായി രണ്ട് നമ്പേഴ്സിൻ്റെ സം എന്താണ്? സം ഇസ് ഈക്വൽ ടു 74. അതാണ് നമുക്ക് ഫസ്റ്റ് എഴുതിയത് മനസ്സിലായി. വൺ ഓഫ് ദ നമ്പർ ഇസ് 10 more than the other. അതിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട് സമ്മിൽ. അതിൽ ഒരു നമ്പർ ഒരെണ്ണത്തിനെക്കാട്ടും 10 units മോർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? ലെറ്റ് ഫസ്റ്റ് നമ്പർ ബി എക്സ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിട്ട് മാറും? എക്സ് പ്ലസ് 10. ഇനി നമുക്ക് മനസ്സിലായി സം ഓഫ് എക്സ് ആൻഡ് എക്സ് പ്ലസ് 10 ഗിവ്സ് യു 74. അപ്പോൾ എക്സ് plus 10 gives you 74. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സും എന്താണെന്ന് മനസ്സിലാവും. x plus x gives you 2x plus 10 equal to 74. ഇനി 2x is equal to ഈ 10നെ പ്ലസ് 10നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? -10 ആവും. 74 minus 10, that is 2x is equal to 74 minus 10 is 64. ഇനി 2x ഇവിടെ കിടക്കുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഫോമിൽ ആണ്. അപ്പോൾ എക്സിൽ നിന്ന് 2നെ വേർപെടുത്തി അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? സോ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? അത് ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ആയി മാറും, ഡിവിഷൻ ആയി മാറും. സോ എക്സ് ഇസ് ഈക്വൽ ടു 64 divided by 2 and x is equal to എങ്ങനെ കിട്ടും?
എഴുതരുത്. നമുക്ക് അടുത്തൊരു നമ്പറും കൂടി കണ്ടുപിടിക്കാനുണ്ട്. എന്താണ്? വൺ നമ്പർ ഇസ് എക്സ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 32. അപ്പൊ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 10 ആയിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് 10 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ഇസ് ഈക്വൽ ടു 32 പ്ലസ് 10. എക്സ് എന്താണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്? 32 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എക്സ് പ്ലസ് 10 ഇസ് 42. ഫസ്റ്റ് നമ്പർ ഇസ് 32 ആൻഡ് സെക്കൻഡ് നമ്പർ ഇസ് 42. സോ ഈ പ്രോബ്ലത്തിൻ്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഹൗ യു ഡീകോഡ് ദ ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾ ഡീകോഡ് ചെയ്യുന്നു, അതിനെ എങ്ങനെ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ വരുത്തിയാൽ അതേപോലെ തന്നെ നിങ്ങളുടെ ആൻസർ തരും. സോ ബി കെയർഫുൾ വിത്ത് ഡീകോഡിങ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Perimeter of rectangle is 13 centimeter. Its width is 3/4 centimeter. Find its length. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഫോർമുല നമുക്കറിയാം 2 × L + B. സോ നമുക്ക് L തന്നിട്ടില്ല. സോ വി ആർ ടേക്കിംഗ് ദ സെയിം വേരിയബിൾ. അതുപോലെ തന്നെ L ആയിട്ട് എടുക്കുകയാണ്. ഇനി ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും. ദാറ്റ് ഈസ് ലൈക്ക് 2 × 4 + 3 ദാറ്റ്സ് 11/4. സോ 2 × L + 11/4 is equal to 30. അപ്പോൾ 2നെ നമ്മൾ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. 2L + 22/4 is equal to 30. ഇനി 22/4 എന്ന ഫ്രാക്ഷനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ എന്ത് സൈൻ എടുക്കണേ? ഇവിടെ അഡീഷൻ ആണ്. അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബി സബ്ട്രാക്ഷൻ. അപ്പോൾ 2L is equal to 13 - 22/4. സോ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഞാൻ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് സോൾവ് ചെയ്തിരിക്കുന്നത്. That's 4 × 13 we get 52 minus ഇവിടെ 1 ആണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ. സോ 1 × 22 is 22. അപ്പോൾ 52 - 22 ഡിവൈഡഡ് ബൈ 4 രണ്ട് ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഇസ് 4 × 1 4. 52 - 22 ഡിവൈഡഡ് ബൈ 4 ദാറ്റ്സ് 30 ഡിവൈഡഡ് ബൈ 4. ഇനി നമ്മൾ ഇവിടെ കിടക്കുന്ന 2 മൾട്ടിപ്ലിക്കേറ്റീവ് ഫോമുകളാണ്. അപ്പോഴത്തേക്ക് ഡിവിഷനായിട്ട് പോകും. ഡിവിഷനായിട്ട് പോകുമ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇൻറ്റു 1/2. അപ്പോൾ 30/4 × 1/2. 13 2 നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. സോ വി ഗെറ്റ് 15/4. സോ ലെങ്ത് എന്താണ്? 15/4 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ. ശരിക്കും ഭയങ്കര ചെറിയ ക്ലാസ്സാണ്. പക്ഷേ ലീനിയർ ഇക്വേഷനിലെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര വേരിയഡാണ്. ഒന്നിലും മെച്ചെന്നൊക്കെ പറയുന്ന പോലത്തെ ക്വസ്റ്റ്യൻ അത് നമ്മൾ സോൾവ് ചെയ്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ എക്സസൈസിൻ്റെ വീഡിയോ വരുമ്പോൾ യു ഹാവ് ടു ബി മോർ കെയർഫുൾ. അതൊന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ കൂടി ക്ലിയർ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും പാറ്റേൺ മനസ്സിലാവും. സോ thank you guys for watching the video. If you like the video, please do put a thumbs up and share. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മളത് ശരിയാക്കുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.